രാജ്യം രാജ്യാന്തരം തുടങ്ങുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. കശ്മീരിന്റെ മണ്ണിൽ പാകിസ്ഥാനെ വിറപ്പിച്ച മോദി. ജമ്മുകാശ്മീരിന്റെ വികസനം തടയാൻ വരുന്നവർക്ക് ഇനി നരേന്ദ്രമോദിയെ നേരിടേണ്ടി വരും. പഹൽഗാമിൽ ഭീകരർ ലക്ഷ്യമിട്ടത് രാജ്യത്ത് കലാപമുണ്ടാക്കാനെന്നും പ്രധാന സേവകൻ. മോദിക്ക് നന്ദി പറഞ്ഞ് കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ബ്രിട്ടീഷുകാർക്ക് നേടാൻ കഴിയാത്തത് മോദിക്ക് കഴിഞ്ഞുവെന്ന് ഒമർ അബ്ദുള്ള. റെയിൽ പാലം രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി. ലോകം കാണുന്നത് രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് വൈഭവം. ജമ്മുകശ്മീരിൽ 46,000 കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം. പലിശയിൽ വൻ ഇളവ് പ്രഖ്യാപിച്ച റിസർവ് ബാങ്ക്. റിപ്പോ നിരക്കിൽ 0.5% കുറവ്. ഭവന വാഹന വായ്പകളുടെ പലിശ കുറയും. രാജ്യത്ത് പണപ്പെരുപ്പം കുറഞ്ഞെന്ന് റിസർവ് ബാങ്ക് ഗവർണർ. രാജ്യത്ത് കോവിഡ് കേസുകൾ കുത്തനെ മേൽപോട്ട്. നിലവിൽ 5,364 രോഗബാധിതർ. ഏറ്റവും കൂടുതൽ രോഗികൾ കേരളത്തിൽ. ബംഗളൂരു ദുരന്തത്തിൽ 4 പേർ അറസ്റ്റിൽ. പിടിയിലായത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ. സെക്രട്ടറി ഒളിവിലെന്ന് പോലീസ്. ആഘോഷത്തിന് നിർദ്ദേശിച്ചത് സർക്കാരെന്ന് ക്രിക്കറ്റ് അസോസിയേഷൻ. ബലിപെരുന്നാൾ ആഘോഷ നിറവിൽ ഗൾഫ് രാജ്യങ്ങൾ. UAE-യിൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനകൾ നടന്നു. ദുബായിലും ഷാർജയിലും അജ്മാനിലും ഈദ്ഗാഹുകളിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. കേരളത്തിൽ ബലിപെരുന്നാൾ നാളെ. ചെനാബ് പാലം ഭാരതത്തിന്റെ പുരോഗതിയുടെ തെളിവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകാശ്മീരിൽ പുതിയ വികസന പാതയാണ് തുറന്നത്. രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും ഇച്ഛാശക്തിയുടെയും ഉദാഹരണമാണിത്. കശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ചു. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്ക് പുതിയ മുന്നേറ്റമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ജമ്മുകാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയും ടൂറിസവും മെച്ചപ്പെട്ടു. ഇത് തകർക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. എന്നാൽ പാകിസ്ഥാനിലെ മാത്രമല്ല, ലോകത്തെ എല്ലാ ഭീകരർക്കുമുള്ള മറുപടിയാണ് ജമ്മുകാശ്മീർ ജനത നൽകിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചെനാബ് പാലം രാജ്യത്തിന് സമർപ്പിച്ച ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കശ്മീർ താഴ്വരയിൽ ഇനിയും ചൂളം വിളി മുഴങ്ങും. കശ്മീരിനെ ഭാരതത്തിന്റെ മറ്റിടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചെനാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഭാരതത്തിന്റെ എഞ്ചിനീയറിംഗ് വിസ്മയമായ ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ പാലത്തിലൂടെ ദേശീയ പതാക വീശി നടന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഭാരതത്തിലെ ആദ്യ കേബിൾ റെയിൽ പാലമായ അഞ്ചിഘാട്ടും ജമ്മു താവി ശ്രീനഗർ വന്ദേ ഭാരതും പ്രധാനമന്ത്രി നാടിനെ സമർപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ വിറച്ചെന്നും കശ്മീരിനെ തകർക്കാൻ താൻ അനുവദിക്കില്ലെന്നും കട്രയിൽ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. കശ്മീർ ടൂറിസത്തെയും സമ്പദ് വ്യവസ്ഥയെയും തകർക്കുകയായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി. പാകിസ്ഥാൻ കഭി ഭി ऑपरेशन सिंदूर का नाम सुनेगा तो उसे अपनी शर्मनाक शिकस्त याद आएगी. पाकिस्तानी फौज और आतंकियों ने कभी सोचा नहीं था कि भारत पाकिस्तान में सैकड़ों किलोमीटर अंदर जाकर के
आतंकवादियों पर इस तरह वार करेगा। പാക് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ദൂർ നടന്നിട്ട് ഒരു മാസം തികയുന്ന ദിവസമായിരുന്നു പ്രധാനമന്ത്രിയുടെ ജമ്മു കശ്മീർ സന്ദർശനം. ശത്രു രാഷ്ട്രത്തിന് താക്കീതും കശ്മീർ ജനതയ്ക്ക് ആത്മവിശ്വാസവും നൽകിയാണ് പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങിയത്. ജനം, ഡൽഹി. ചരിത്രത്തിലേക്ക് പാലമിടുകയാണ് ഭാരതം. പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ച ചെനാബ് റെയിൽ പാലം ലോകത്തിന്റെ നെറുകയിൽ ഭാരതമെന്ന സിന്ദൂരം ചാർത്തും. ഐഫൽ ടവറിനേക്കാൾ ഉയരത്തിലുള്ള ആർച്ച് പാലം എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളുടെ നേർക്കാഴ്ച ഒരുക്കുകയാണ്. കാഴ്ചയിലും കണക്കിലും റെക്കോർഡുകളുടെ മഞ്ഞുമഴക്കാലമാണ് കശ്മീരിൽ. ഭൂപടത്തിന്റെ മേലറ്റത്താണ് കശ്മീരിന്റെ പച്ചപ്പ്. അതിലും ഉയരത്തിൽ ആകാശത്തിനരികെ വലിയ കമാനത്തിനുമീതെ നീളെ പരന്നൊരു പാലം. കശ്മീർ താഴ്വരയെ മറ്റിടങ്ങളുമായി കണ്ണിചേർക്കുന്ന ചെനാബ് റെയിൽപാത. ചെനാബ് നദിക്ക് മുകളിൽ 359 മീറ്റർ തലയെടുപ്പ്, 1 കിലോമീറ്റർ 315 മീറ്റർ നീളം. ഐഫൽ ടവറിനേക്കാൾ 29 മീറ്റർ പൊക്കക്കൂടുതൽ. 28,660 ടൺ ഉരുക്കുപയോഗിച്ച് 1486 കോടി ചെലവിൽ പാകപ്പെടുത്തിയ മഹാത്ഭുതം. കൊങ്കൺ റെയിൽവേ ലിമിറ്റഡാണ് നിർമ്മാണത്തിന് പിന്നിൽ. അവർ തന്നെ പണിത രാജ്യത്തെ ആദ്യ കേബിൾ പാലവും തുറന്നിട്ടു. അഞ്ചി ഘാട്ട്, ചെനാബിന്റെ കൈവഴിയായ അഞ്ചിക്ക് കുറുകെ നിർമ്മിച്ചത്. 331 മീറ്റർ ഉയരവും 725 മീറ്റർ നീളവും. കേബിളിന് കേരളത്തെക്കാൾ ദൂരമാണ്. ശിവാലിക്, പീർ പാഞ്ചാൽ മലനിരകളിലൂടെയാണ് ഈ കേബിൾ പാത പായുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ സിംഹഗർജനമാണ് ലോകം കശ്മീരിൽ ദർശിച്ചത്. ഭീകരവാദം കൊണ്ട് കശ്മീരിന്റെ വികസനം തടയാൻ ആര് ശ്രമിച്ചാലും നടക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു മാസം തികയുന്ന ദിവസം കശ്മീരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാന സേവകൻ പറഞ്ഞ ഓരോ വാക്കും ഭീകരതയെ താലോലിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, വളരെ കൃത്യമായ മുന്നറിയിപ്പ് കശ്മീരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നൽകുകയാണ്. ഭീകരതയെ താലോലിക്കുന്നവർക്ക്, അവർക്ക് കൂട്ടുനിൽക്കുന്നവർക്ക് ഒരു വിധത്തിലുമുള്ള നിലനിൽപ്പും ഈ രാജ്യത്തും പുറത്തുമുണ്ടാകില്ല എന്ന മുന്നറിയിപ്പ്. ഒപ്പം തന്നെ കശ്മീരിന്റെ വികസനം തകർക്കാൻ ഭീകരവാദികൾ ശ്രമിച്ചാൽ ആദ്യം നേരിടേണ്ടി വരുന്നത് നരേന്ദ്രമോദിയെ ആയിരിക്കും എന്ന മുന്നറിയിപ്പ് കൂടി പങ്കുവെക്കുകയാണ് അദ്ദേഹം. വിവരങ്ങൾ. നീലിമ, പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കശ്മീരിൻ്റെ മണ്ണിലെത്തുന്നത്. മാതാ വൈഷ്ണോദേവിയെ സ്തുതിച്ചുകൊണ്ട് ഓങ്കാരം ചൊല്ലിയാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. ഭാരതത്തിൻ്റെ നയം ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി കശ്മീരിൻ്റെ മണ്ണിൽ നിന്ന് വ്യക്തമാക്കിയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനുള്ള താക്കീത് കൂടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എന്ന് വേണം വിലയിരുത്താൻ. അതായത് പാകിസ്ഥാൻ പെഹൽഗാം ഭീകരാക്രമണത്തിലൂടെ ശ്രമിച്ചത് ഈ വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും തകർത്തുകൊണ്ട് കഠിനാധ്വാനികളായ കശ്മീരി ജനതയുടെ വരുമാനമാർഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനുള്ള ശ്രമമായിരുന്നു പെഹൽഗാമിൽ നടത്തിയത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഒരു ഭീകരാക്രമണത്തിനും അല്ലെങ്കിൽ പെഹൽഗാം സംഭവത്തിനോ അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണത്തിനോ കശ്മീരിൻ്റെ മണ്ണിൽ വികസനം സാധ്യമാക്കുവാൻ അല്ലെങ്കിൽ സാധ്യമാക്കുന്നതിന് തടസ്സം നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തത്. വ്യക്തമായ മറുപടി ഭാരതം നൽകിയിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി ഭാരതം ആക്രമിച്ചു. എന്നാൽ അതിന് ഭാരതത്തോട് തിരിച്ചു പാകിസ്ഥാൻ ചെയ്തത് ഭാരതത്തിലെ സ്കൂളുകളും അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലെ സ്കൂളുകളും പള്ളികൾക്കും നേരെ അല്ലെങ്കിൽ വിദ്യാലയങ്ങൾക്ക് നേരെ നിറയൊഴിച്ചുകൊണ്ടും അത് തകർത്തുകൊണ്ടുമായിരുന്നു പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ പ്രതികാരം വീട്ടാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. തക്കതായ മറുപടി പാകിസ്ഥാൻ നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കശ്മീരി ജനതയ്ക്ക് പൂർണ്ണ ആത്മവിശ്വാസം പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കശ്മീർ ജനതയ്ക്ക് കശ്മീർ ജനതയോടൊപ്പം
ഒപ്പം തന്നെ രാജ്യം നിലകൊള്ളുമെന്നുള്ള സൂചനകൾ പ്രധാനമന്ത്രി നൽകുമ്പോൾ മേലിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ കാശ്മീരി ജനതയ്ക്ക് നേരെ ഉണ്ടാകാതിരിക്കുവാനുള്ള സത്വര നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പാകിസ്ഥാൻ ഈ കശ്മീരി ജനതയെ പ്രധാനമന്ത്രി ധരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ കശ്മീരിൽ കത്വയിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള ട്രെയിനിൻ്റെ ഉദ്ഘാടനം, വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉദ്ഘാടനം ഇന്നിപ്പോൾ ഈ കത്വയിൽ നടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഇത് ബാരാമുള്ള മുതൽ ഉള്ള ട്രെയിൻ സർവീസ്, അത് നേരത്തെ തന്നെ ശ്രീനഗർ മുതൽ ബാരാമുള്ള വരെ നേരത്തെ തന്നെ ട്രെയിൻ സർവീസ് ഉണ്ട്. ഇപ്പോൾ കത്വ മുതൽ ശ്രീനഗർ വരെയുള്ള പാതയാണ് ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം എന്നുള്ള സവിശേഷത, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിസ്മയം ഉൾപ്പെടെയുള്ള ഏതാണ്ട് 32 അധികം തുരങ്കങ്ങൾ, ഒപ്പം തന്നെ 92-ലധികം പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ട് രാജ്യം എഞ്ചിനീയറിംഗ് വിസ്മയം നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ പാത അത് എല്ലാ തരത്തിലും വികസനത്തിനു കൂടിയുള്ള പാതയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കശ്മീരിലെ വ്യവസായങ്ങൾ കൂടുതൽ വർദ്ധിക്കുവാൻ, അല്ലെങ്കിൽ വ്യവസായങ്ങൾ ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഈ വ്യവസായങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിപ്ലവം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു റെയിൽപാതയിലൂടെ ഭാരതം സാധ്യമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും കശ്മീരി ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ വികസനത്തിൻ്റെ നാളുകൾ വരാനിരിക്കുന്നു. അതിൻ്റെ സൂചനകൾ മാത്രമാണ് ഇപ്പോൾ ഈ കത്വ അതേപോലെ തന്നെ ശ്രീനഗർ പാതയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കശ്മീരി ജനത സാക്ഷ്യം വഹിച്ചത്. നീലിമ. കശ്മീരിലെ വേദിയിൽ പാകിസ്ഥാനെ കടന്നാക്രമിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒപ്പം 46,000 കോടിയുടെ വികസന പദ്ധതികളാണ് കശ്മീരികൾക്ക് പ്രധാനമന്ത്രി സമ്മാനിച്ചത്. അങ്ങനെ രാജ്യം സന്തോഷത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ മറ്റൊരു സന്തോഷകരമായ വാർത്ത കൂടി പുറത്തു വന്നു. പലിശ നിരക്കിൽ വൻ ഇളവുമായി റിസർവ് ബാങ്ക്. റിപ്പോ നിരക്കിൽ വീണ്ടും കുറവ് വരുത്തി. 50 അടിസ്ഥാന പോയിന്റ് കുറച്ച് 5.5% പുതുക്കിയ നിരക്ക്. റിവേഴ്സ് റിപ്പോ നിരക്ക് 5.25%. പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രണ വിധേയമായത് ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് പുതിയ നിരക്കുകൾ പ്രഖ്യാപിച്ചത്. ഇതോടെ ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് കുറയും. 0.25% റിപ്പോ നിരക്ക് നിശ്ചയിച്ചത്. 2 മാസത്തിന് ശേഷം സാമ്പത്തിക സ്ഥിതി സുരക്ഷിതമായി തുടരുന്ന പശ്ചാത്തലത്തിൽ റിപ്പോ നിരക്ക് 50 അടിസ്ഥാന പോയിന്റുകൾ കുറച്ച് 5.5 ആയി നിശ്ചയിച്ചു. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി നിരക്ക് 5.25 ആയും മാർജിനൽ സ്റ്റാൻഡിംഗ് നിരക്ക് 5.75 ആയും നിജപ്പെടുത്തിയതായി RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. The MPC decided to reduce, which is widely expected, the policy repo rate under the liquidity adjustment facility. പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രണ വിധേയമായി തുടരുന്നത് പലിശ നിരക്കുകൾ കുറയ്ക്കാൻ കാരണമായതായും RBI ഗവർണർ പറഞ്ഞു. 3.2 നിലവിലെ പണപ്പെരുപ്പ് നിരക്ക്. I shall now briefly set out the rationale for these decisions. Inflation has softened significantly over the last 6 months from above the tolerance band in October 2024 to well below the target. The latest numbers are 3.2%. with signs of a broad-based moderation. പലിശ നിരക്കിലെ മാറ്റം ഭവന വാണിജ്യ വായ്പകളുടെ പലിശ കുറയ്ക്കുന്നതിന് സഹായകരമാകും. ക്രിയാത്മക നിയന്ത്രണങ്ങൾ വഴി പണപ്പെരുപ്പം നിശ്ചിത 4% താഴെ നിലനിർത്താനാകുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമായി തുടരുന്നതിന് തെളിവുകൂടിയാണ്. ന്യൂസ് ഡെസ്ക്, ജനം. ലോകത്തിലെ ഏറ്റവും ശക്തവും പ്രതിസന്ധികളെ നേരിടാൻ പ്രാപ്തമായതുമായ സമ്പദ് വ്യവസ്ഥയായി ഭാരതം വളർന്നുവെന്ന് വേൾഡ് ഇക്കണോമിക് ഫോറം CEO ബോർഗെ ബ്രൻഡെ. ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഭാരതം മാറി. ഡിജിറ്റൽ സമ്പദ് രംഗത്തും ഭാരതം പുരോഗമിക്കുകയാണ്. സാങ്കേതിക വൈദഗ്ധ്യം നേടിയ യുവജനത രാജ്യത്തെ വളർച്ചയിലേക്ക് നയിക്കുമെന്ന് ബോർഗെ ബ്രൻഡെ വ്യക്തമാക്കി. ഭാരതത്തിന്റെ സമ്പദ്രംഗം വളർച്ചയുടെ പാതയിലാണ്. ഏറ്റവും വേഗതയിൽ വളരുന്ന സാമ്പത്തിക ശക്തിയും 4ാമത്തെ ഏറ്റവും വലിയ GDPയുമായി ഭാരതം വളർച്ച രേഖപ്പെടുത്തി കഴിഞ്ഞു. മാത്രമല്ല, പ്രതിസന്ധികളെ അതിജീവിക്കാൻ പ്രാപ്തമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഭാരതത്തിൻ്റേതെന്നും വേൾഡ് ഇക്കണോമിക് ഫോറം പ്രസിഡന്റും CEOയുമായ ബോർഗെ ബ്രൻഡെ പറഞ്ഞു. പ്രതിസന്ധികൾ നേരിടുന്ന കാലത്തും ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാന പാദത്തിൽ 7.5% വളർച്ച ഭാരതം രേഖപ്പെടുത്തി. തുടർച്ചയായി വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി വീണ്ടും ഭാരതം മാറുകയാണ്.
വാണിജ്യ രംഗത്തെ ഡിജിറ്റൽ വൽക്കരണത്തിൽ കാര്യമായ മുന്നേറ്റമാണ് ഭാരതം നേടുന്നത്. വിദേശ സംരംഭകർ ഭാരതത്തിൻ്റെ നിക്ഷേപ സാധ്യതകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ലോകത്തിലെ 25% ഐഫോണുകൾ ഇന്ന് നിർമ്മിക്കുന്നത് ഭാരതത്തിലാണ്. ഇത്തരത്തിൽ നിരവധി വളർച്ചാ സാധ്യതകളാണ് ഭാരതത്തിൽ ഉള്ളത്. ഭാരതത്തിലെ ശരാശരി പ്രായം 28 വയസ്സാണ്. യൗവനയുക്തരായ സമൂഹം ഭാരതത്തെ മുന്നോട്ട് നയിക്കുമെന്നും ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയിൽ ശക്തമായ പിന്തുണയാകുമെന്നും ബോർഗെ ബ്രൻറ്റെ പറഞ്ഞു. പ്രതിസന്ധികൾ ഏറെയുണ്ടായിട്ടും വളർച്ച ഉറപ്പാക്കാനായ രാജ്യം കൂടിയായി ഭാരതം മാറുകയാണ്. സമീപഭാവിയിൽ ഭാരതം ലോകത്തിൻ്റെ സാമ്പത്തിക രംഗത്തിൻ്റെ നെറുകയിലെത്തുമെന്നും ബ്രൻറ്റെ ബോർഗെ നിരീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് ജനം. രാജ്യത്താകെയുള്ള വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ പോർട്ടൽ പ്രവർത്തനക്ഷമമായി. യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്ന പോർട്ടലിന്റെ ഉദ്ഘാടനം ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു നിർവഹിച്ചു. മുസ്ലിം സമൂഹത്തിലെ ദരിദ്ര നിർമ്മാർജ്ജനത്തിന് വഖഫ് സ്വത്തുക്കൾ ശരിയായി കൈകാര്യം ചെയ്യുന്നത് വഴി സാധിക്കുമെന്ന് കിരൺ റിജിജു വ്യക്തമാക്കി. വഖഫ് ഭേദഗതി നിയമത്തിന്റെ തുടർച്ചയായാണ് യുണൈറ്റഡ് വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്ന പോർട്ടൽ. ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു സഹമന്ത്രി ജോർജ് കുര്യന്റെ സാന്നിധ്യത്തിൽ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായും സുതാര്യവും കാര്യക്ഷമവുമായ സംവിധാനമാണ് ഉമീഡ് പോർട്ടൽ എന്നും മുസ്ലിം സമൂഹത്തിലെ ദരിദ്രർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും അനാഥർക്കും വിധവകൾക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിലാകും വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുക എന്നും കിരൺ റിജിജു പറഞ്ഞു. प्रधानमंत्री जी का सबका साथ सबका विकास का मंत्र है, ये पूरा ये वक्फ एक्ट में झलकता है. इसमें हम बाकी समुदाय आगे बढ़ेंगे, करोड़ों मुसलमानों में गरीबी के नीचे दबे रहेंगे, ये तो हम मंजूर नहीं हो सकते हैं. कैसे हम मानेंगे कि इतने करोड़ों मुसलमान गरीब रहेंगे, इतना प्रॉपर्टी जबकि मौजूद है. इसलिए प्रॉपर्टी का प्रॉपर मैनेजमेंट ही हमारा प्राथमिकता और हमारा लक्ष्य होना चाहिए सबका. इसलिए राज्य सरकारों से भी हम सहयोग चाहते हैं. വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുവാനും സുതാര്യത ഉറപ്പാക്കാനും പോർട്ടൽ വഴി സാധിക്കും. ഇരുസഭകളിലും പാസാക്കിയ പുതിയ ഭേദഗതി നിയമപ്രകാരം വഖഫായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വത്തുക്കളുടെ അളവുകൾ, ജിയോ ടാഗ് ചെയ്ത സ്ഥലങ്ങൾ തുടങ്ങിയവയുടെ വിശദമായ വിവരങ്ങൾ പോർട്ടലിൽ ഉൾപ്പെടുത്തണം. സ്ത്രീകളുടെ പേരിലുള്ള സ്വത്തുക്കൾ വഖഫായി കണക്കാക്കുകയില്ല. അതേസമയം വഖഫ് സ്വത്തുക്കളുടെ പ്രാഥമിക ഗുണഭോക്താക്കൾ സ്ത്രീകൾ, കുട്ടികൾ, ദരിദ്രർ എന്നിവരായിരിക്കണം. സംസ്ഥാന വഖഫ് ബോർഡുകളാണ് രജിസ്ട്രേഷൻ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യാത്ത സ്വത്തുക്കൾ തർക്കവിഷയമായി കണക്കാക്കുകയും വഖഫ് ട്രൈബ്യൂണലുകൾക്ക് റഫർ ചെയ്യുകയും ചെയ്യും. ജനം, ഡൽഹി. രാജ്യത്തെ കോവിഡ് കേസുകൾ കൂടുന്നു. 5364 ആക്റ്റീവ് കേസുകളാണ് രാജ്യത്തുള്ളത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ. 1679 കോവിഡ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഗുജറാത്തിൽ 615, ഡൽഹിയിൽ 562 എന്നിങ്ങനെ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് പണം പിടിച്ചെടുത്തതിൽ നടപടി വൈകുന്നതിനെ വീണ്ടും വിമർശിച്ച് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. പണം ജുഡീഷ്യറിക്കുള്ളിൽ കളങ്കമുണ്ടാക്കിയോ എന്ന് അന്വേഷിക്കണമെന്നും ഉപരാഷ്ട്രപതി ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് പണം പിടിച്ചെടുത്തതിൽ നടപടി വൈകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ വീണ്ടും ജുഡീഷ്യറിക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ജനാധിപത്യം ശക്തമായി നിലകൊള്ളുന്ന രാജ്യത്ത് നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഗുരുതരമായ വിട്ടുവീഴ്ചയാണ് യശ്വന്ത് വർമ്മയുടെ കാര്യത്തിൽ ഉണ്ടായതെന്നും നിലവിൽ സംഭവം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ സമിതിക്ക് ഭരണഘടനാ അനുമതിയുണ്ടോ എന്നും ഉപരാഷ്ട്രപതി ചോദിച്ചു. This huge cash come from? Yes. Are there big sharks? Has the money influenced judiciary in judicial work? Yes. All these issues are agitating mind not only of the lawyers, of the people in the street. പണം ജുഡീഷ്യറിക്കുള്ളിൽ കളങ്കമുണ്ടാക്കിയോ എന്ന് അന്വേഷിക്കണം. പണം എവിടെ നിന്ന് വന്നെന്നും വമ്പൻ സ്രാവുകൾ ആരൊക്കെയാണെന്നും അറിയാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും ചണ്ഡീഗഡിൽ ഒരു പരിപാടിയിൽ ജഗ്ദീപ് ധൻകർ പറഞ്ഞു. ജഡ്ജിമാരെ വിചാരണ ചെയ്യുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമാണെന്ന സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചെന്ന് നേരത്തെ ഇതേ വിഷയത്തിൽ ഉപരാഷ്ട്രപതി പ്രതികരിച്ചിരുന്നു. ജനം, ഡൽഹി. ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. നരേന്ദ്രമോദിയെ G7 ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി.
അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചു. പ്രധാനമന്ത്രിക്ക് ഉച്ചകോടിയിലേക്ക് ക്ഷണമില്ലെന്നായിരുന്നു നേരത്തെ പ്രചരിച്ച വാർത്ത. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, നയതന്ത്ര ബന്ധം തകർന്നതിനാൽ G7 ഉച്ചകോടിക്ക് പോകുന്നില്ല, ക്ഷണമില്ല എന്നൊക്കെയായിരുന്നു വലിയ പ്രചാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ മണിക്കൂറുകളിലടക്കം നടന്നത്. അതിനെയെല്ലാം നിരാകരിച്ചുകൊണ്ട് പുതിയ വാർത്ത വരികയാണ്. വിവരങ്ങൾ. തീർച്ചയായും നീലിമ, അതായത് ഇത്തവണത്തെ G7 സമ്മേളനം നടക്കുന്നത് ജൂൺ 15 മുതൽ 17 വരെ കാനഡയിലാണ് നടക്കുന്നത്. സ്വാഭാവികമായും കാനഡയുമായുള്ള ഭാരതത്തിൻ്റെ നയതന്ത്ര ബന്ധത്തിലെ പല വിള്ളലുകളും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. നിജ്ജറുടെ കൊലപാതകമുണ്ടായിരുന്നു, ഖാലിസ്ഥാൻ വിഷയങ്ങളുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തലപൊക്കിയ ഒരു പശ്ചാത്തലത്തിൽ ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിട്ടില്ല എന്നൊരു വാർത്തയായിരുന്നു പ്രചരിച്ചിരുന്നത്. 2019 മുതൽ തുടർച്ചയായി ഭാരതത്തെ G7 രാജ്യങ്ങളുടെ സമ്മേളനത്തിനായി ക്ഷണിക്കുന്ന ഒരു പതിവുണ്ട്. G7 രാജ്യങ്ങളിൽ ഭാഗമാകുന്നതിനെ ക്ഷണിക്കുന്ന ഒരു പതിവുണ്ട്. ഗ്രൂപ്പ് 7 രാജ്യങ്ങളിൽ അംഗങ്ങളായ അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, അതുപോലെ തന്നെ കാനഡയും ജപ്പാനും ചേർന്ന രാജ്യങ്ങൾ 8ാമത് രാജ്യമായി ഭാരതത്തെ പരിഗണിക്കുകയും ഭാരതത്തെ 2019 മുതൽ G7 സമ്മേളനങ്ങളിലേക്ക് ക്ഷണിക്കുകയും അതിൻ്റെ എക്സ് ഒഫീഷ്യോ മെമ്പർ എന്ന രീതിയിൽ പരിഗണിക്കുകയും തുടർന്ന് മറ്റു രീതികളിൽ ഭാരതം G7 രാജ്യങ്ങളുടെ ഭാഗമാകണം എന്ന ഒരു റിക്വസ്റ്റ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നൊരു സാഹചര്യമായിരുന്നു. ഈ സാഹചര്യം ഇത്തവണ ഉണ്ടായില്ല എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ പുറത്തു വരികയും വലിയ വിമർശനങ്ങൾ കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അല്പസമയം മുമ്പ് പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് പുറത്തു വന്നിരിക്കുന്നത്. എക്സിൽ അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് അനുമോദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ G7 രാജ്യങ്ങളുടെ സമ്മേളനത്തിനായി കാനഡയിൽ നടക്കുന്ന സമ്മേളനത്തിന് അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. ക്ഷണത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തരത്തിൽ നരേന്ദ്രമോദി G7 ഉച്ചകോടിയിലേക്ക് എത്തുകയാണ്, ക്ഷണിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. വിവരങ്ങളാണ് ഐസൺ ജോസ് പങ്കുവച്ചത്. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.